സിന്ധുവിനെ വിളിച്ച എന്നിട്ട് ഞങ്ങക്ക് കിട്ടാനെ പണിതല്ല. നീ അല്ല തിങ്കളാഴ്ച പണിക്ക് വരാന്ന് പറഞ്ഞേ. ഞങ്ങളുടെ പണി പോയില്ലേ? നീയല്ലേ ഏറ്റവും തിങ്കളാഴ്ച വരാത്തത്? അത് ഞങ്ങളുടെ പണി നിങ്ങൾക്ക് സമാധാനമായില്ലേ? എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, അത് ഞാൻ അങ്ങനെ പറഞ്ഞത്. വേറെ ഒന്നും ഉണ്ടല്ലോ, ഞാൻ പണിക്ക് അറിയാലോ. ഒരുപാട് ലോൺ അടയ്ക്കാണ്ട് ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ അവളെ വീട്ടിൽ സൗകര്യം തരില്ല. അത് ഞാൻ എന്നെ ചീത്ത പറയാനായിരുന്നു ഞാൻ നിങ്ങളെ പേര് പറഞ്ഞത്. വേറെ ഒന്നും ഉണ്ടല്ല. അതിൽ ഞങ്ങളുടെ പണി കളഞ്ഞു. സാധനം മേടിക്കും. അത് ഇച്ചിരി ചീത്തയും കൊണ്ട് നീ എന്തായാലും മേടിക്കും. ഇന്ന് അതല്ല, ഇന്ന് ഒരു കല്യാണം ഉണ്ട്. ഞങ്ങൾക്ക് ചീത്ത കൊണ്ടൊന്നുമില്ലേ? അതല്ല അവളോട് ഞാൻ എന്താ പറയാ, കല്യാണത്തിനുണ്ടെങ്കിൽ ഒന്നാമത്തെ തലവരെടുത്തിട്ട് വയ്യ. എന്തായാലും പണി പോയി, താങ്കാരുടെ പണി പോയി. അപ്പൊ കല്യാണത്തിന് ഞാൻ എന്തെന്ന് പറയാ അവളോട്? അവള് പറയുന്നത് ഇളയച്ചൻ്റെ മോൻ്റെ പണിക്ക് പോയി. ആ കല്യാണത്തിന് പോകും. കല്യാണത്തിന് പോകണ്ടെന്ന് അവള് സമ്മതിക്കുന്നില്ല. കല്യാണത്തിന് പോയി കുഴപ്പമില്ല. കല്യാണത്തിന് പോയി അതല്ല പൈസ പിന്നെ പൈസ അപ്പൊ ഒരു കാര്യം കല്യാണത്തിന് പോകാൻ എത്ര വെക്കുന്നു? 3000. അതിനെടുത്ത് ഞാൻ അവളെ അറിയില്ലേ? ഒരു 500 എടുക്ക്. 500 എടുത്ത് ശരിയാവുന്നില്ല. അതിൻ്റെ അടുത്ത് ടച്ച് ചെയ്ത് പിടിക്കുന്നത്. ഇതെന്താ നീ പറയണേ? കവർ വെച്ച് ഞാൻ 3000 ഇല്ലേ? 2000 വെക്കുക. അതിലെ 1000 എടുത്തിട്ട് ടച്ച് ചെയ്ത് അതാരൊന്നും ഇപ്പൊ അവര് കല്യാണം കഴിഞ്ഞവരെല്ലാരും കവർ കൊടുത്തു. പിന്നെ എന്തിട്ട് അറിയാമോ? അതല്ലാണ് കവറ് വെറുതെ 2000 വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയാൽ എന്ത് കാണൂല. 2000 ബാക്കി 1000 അവിടെ പോയി നോക്കണ്ട. കല്യാണത്തിന് പോകും താനും പോകണ്ടല്ലോ. അപ്പൊ താൻ വെക്കണം കല്യാണത്തിന് കവറ്. ഞാൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ സാധനം അടിക്കാൻ സാധനടിക്കാനുള്ള വഴി ഞാൻ ഒപ്പിച്ചു തരാം. കല്യാണം ഇവിടെ അല്ലാതെ ഒറ്റപ്പാടി ഉണ്ടാവും. പിന്നെ ഇതിട്ട് നമുക്ക് ഇതന്നെ റെഡിയാക്കാം. അതല്ല ഇപ്പൊ ഇതിന് 1000 രൂപ എടുത്തല്ലേ സാധനം വാങ്ങിക്കുന്നത്. ഞാൻ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് കഴിക്കൂല. അത് അനക്കുള്ളൊക്കെ റെഡിയാക്കി തരാന്ന്. പിന്നെ ഞങ്ങളുടെ പണി എന്താണത്? അതല്ല ഒന്നില്ലെങ്കിൽ നമുക്ക് 3 പേര് കഴിക്കാം. ഞാനും അവിടെ നിന്നിട്ട് അതൊരു കാര്യം ചെയ്യാം. വീട് വെച്ച് നമുക്ക് ഒന്നിച്ചു പോവാം. എന്നിട്ട് പെണ്ണിനെ കൊണ്ടുപോകണ്ട. നമുക്ക് കവറും വെച്ചിട്ട് നേരിട്ട് സാധനം മേടിച്ചിട്ട് പിന്നെ ഫ്രീ ആയില്ല നമ്മൾ. അതങ്ങനെ ചെയ്യാൻ പെണ്ണൊക്കെ അവിടെ യാത്ര ആയിരിക്കണം. നടക്കണ്ടേ? കാരണം നമ്മളെ പണി കളഞ്ഞല്ലേ. അവള് വേഗം വരാൻ വേണ്ടി അവള് യാത്ര നിൽക്കുന്നുണ്ട് വീട്ടില്. ഞാനിപ്പോ ഒഴിവാൻ എന്താ മാർഗം? ഒരു കാര്യം ചെയ്യും. യാത്ര നിൽക്ക്. വണ്ടി വീട്ടില്ലേ? പയ്യ എന്തായാലും പെണ്ണ് കാത്തായിരിക്കില്ലേ? പ്ലഗ് കൂടാ കുറേ നേരം ഷാർട്ടാക്കാം. വണ്ടി കുറേ നേരം പോകാൻ പറ്റില്ല. ഞാൻ കവർ കടയിൽ പോയി ഞാൻ മേടിച്ചോളാം. എന്നിട്ട് ഈ കവറിൽ ഞാൻ പൈസ പാർക്കാം. അതേപോലെ ഒട്ടിച്ചാൽ മതി. പിന്നെ തുറക്കൊന്നുമില്ല. പിന്നെ തുറക്കണം. അവര് തന്നെ പൈസ വെച്ചല്ലേ 3000 രൂപ. പിന്നെ തുറക്കേണ്ട കാര്യമില്ലത്. അല്ല അപ്പൊ സംശയം ഉണ്ടാവില്ല. അല്ല നീ പോയിട്ടൊക്കെ സാധനം വാങ്ങിച്ചു വരും. പൈസ മേടിച്ച് കൊടുത്താൽ മതി. പൈസ മേടിച്ച് കൊടുക്കുക. പൈസ മേടിച്ച് അപ്പോഴേക്ക് ഈ ഡീലിംഗ് കൂടെ നടക്കും. അപ്പൊ കുഴപ്പമില്ല, അത് ഞാൻ ശരിയാക്കാം. തണുത്തളം മേടിക്കാൻ മറക്കത്തില്ല. റെഡിയായില്ലേ? വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ഞാൻ കുറെ നേരം ആയിരിക്കും വണ്ടി സ്റ്റാർട്ട് ആവണില്ല. നോക്കിയാ ശരിക്കും പെട്രോളൊക്കെ 200 രൂപയ്ക്ക് അടിച്ചല്ലേ? എവിടെ പോകണമെങ്കിൽ ഇങ്ങനെ തന്നെയാണല്ലോ നിങ്ങൾക്ക് മാത്രം. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വണ്ടി കംപ്ലൈന്റ് ആയാലും എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? ഒരു കാര്യം ചെയ്യും, നീ ഓട്ടോറിക്ഷയ്ക്ക് ഞങ്ങളുണ്ട്. ഞാൻ ഇനി പറഞ്ഞില്ല, ഞാൻ വണ്ടി നാളെ പണിക്കുണ്ടല്ലോ. എവിടെയെങ്കിലും പോകുമ്പോണ്ടോ ഓരോ പണിയും. എടി അപ്പൊ വണ്ടി നന്നാക്കണ്ടേ? കല്യാണത്തിന് പോയാൽ മതിയാ? നീ തൽക്കാലം നീ പോ. നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ.
അതെ ഇത് കിട്ടിയുള്ളൂടെ. അയക്കേത് ആ ലോക്കല് ആ പൈസക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. ടച്ചിങ് തീർന്ന ഓ ചോദിച്ചിട്ടുണ്ടോ ഞാൻ വെച്ചിട്ട് അത് ഗോൾഡ് ഗോൾഡ് അടിക്കണോ? കിട്ടിയോ? അവനെന്ത് പണിയാ കാണിച്ച്? വണ്ടി കംപ്ലൈന്റ് അല്ലേ? ജയിച്ച് നോക്കണില്ലേ? വേറെ മണ്ടത്തരങ്ങൾ ചെയ്തേക്കും. വന്ന കേൾക്കണ സമയം കൊണ്ട് നമുക്ക് പോവാം. കാലെടുത്ത് പോവാം. അവര് പോയാ ഇങ്ങോട്ട് വന്നേ. അവരെങ്ങോട്ട് പോയി? അവരവിടെ പോയി നിന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങളോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്.